ഹായ് ഹലോ വെൽക്കം ടു കാപ്രിക്കോൺ ടോക്സ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ദേ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൂറക്കൊലത്തിൽ വന്നിരിക്കുന്നതെന്നല്ലേ. അപ്പോൾ നമ്മളിന്ന് ഒരു കല്യാണത്തിന് പോവാണ്. ഒരു മലപ്പുറത്ത് വെച്ചിട്ടാണ് ഒരു ഫങ്ഷൻ. ഇതിപ്പോൾ രാവിലെ സമയം ഒരു 5:30 5:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു വണ്ടി എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഓർത്തു ഒന്ന് കല്യാണത്തിന് മുമ്പ് ഓഫീസിൽ പോകാനുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നല്ലോ. അപ്പോൾ ഒന്ന് റിസപ്ഷനാണ്. കല്യാണം ഓൾറെഡി ഇന്നലെ കഴിഞ്ഞു. റിസപ്ഷൻ ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇട്ട് നടത്താനും. അപ്പോൾ ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡീറ്റ് ആൻഡ് ഗ്ലോ ടോണറാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആക്ച്വലി ഇത് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ. അപ്പോൾ ഞാൻ അത് അപ്ലൈ ചെയ്യട്ടെ. ബാക്കി സ്കിൻ കെയറൊക്കെ സെയിം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പിന്നെ കാണിക്കുന്നില്ല, അത് റിപ്പീറ്റായി പോവും. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് സ്കിൻ കെയർ കഴിഞ്ഞിട്ട് ചെയ്യുന്ന മേക്കപ്പ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ കാണിച്ചിട്ടുള്ള അതേ സെയിം സ്കിൻ കെയർ തന്നെയാണ്. ഇനി ഞാൻ മേക്കപ്പിലോട്ട് കിടക്കുന്നത് ആക്ച്വലി ഈ 2 പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറയാം, ഞാൻ ബിഗിനർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. ഞാനിത് പല ഇൻഫ്ലുവൻസേഴ്സും യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് കൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ഞാൻ വാങ്ങിച്ചതാണ്. പർപ്പിളിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് കറക്റ്റ് എൻ്റെ ഷെയ്ഡൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഷെയ്ഡൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇത് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഞാൻ ആദ്യം ഇത് നമ്മുടെ എന്തായിരുന്നു ഫേസസ് കാനഡയുടെ മാറ്റ് ഫൗണ്ടേഷൻ ഓൾ ഡേ ഹൈഡ്ര മാറ്റ് ഫൗണ്ടേഷൻ, ഇതാണ് എൻ്റെ ഷെയ്ഡ്. ഇത് ഫൗണ്ടേഷൻ, മോയ്സ്ചറൈസ്, സൺസ്ക്രീനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 3-in-1 പ്രൊഡക്റ്റ് ആയിരുന്നാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്. കുറച്ച് കയ്യിൽ യൂസ് ചെയ്യും. എനിക്ക് അധികം മേക്കപ്പ് എനിക്ക് സത്യം പറഞ്ഞാൽ ചേരില്ല. ഒരു ഇതായിപ്പോവും, എന്താ കുറച്ച് കഴിയുമ്പോൾ ഓക്സിഡൈസ്ഡ് ആയിപ്പോവും ഫേസ്. അപ്പോൾ ഒരു ഡൾ സ്കിന്നാവും. അപ്പോൾ ഞാൻ അധികം അങ്ങോട്ട് യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഇതിന്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ സ്ട്രോപ്പ് ക്രീം ഉപയോഗിക്കുകയാണ്. ഇതും ഫേസസ് കാനഡയുടെ തന്നെ റോസ് ഗോൾഡ് എന്ന് പറഞ്ഞ ഷെയ്ഡിലായിട്ടുള്ള ഇതാണ്. കുറച്ച് ഇതിൻ്റെ കൂടെ തന്നെയാണോ മിക്സ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി നമുക്കിങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. ആദ്യം കണ്ണിൻ്റെ താഴെയാണ് എനിക്ക് കുറച്ചധികം ഇതുള്ളത്. അപ്പോൾ അവിടെ എനിക്ക് കൂടുതൽ അങ്ങനെ മേക്കപ്പ് ബ്രഷുകളും കാര്യങ്ങളൊന്നുമില്ല. കൈ കൊണ്ട് തന്നെയാണല്ലോ അപ്ലൈ ചെയ്യുന്നത്. ഇച്ചിരി അധികമായോ എന്നൊരു സംശയം എനിക്കുണ്ട്. നമുക്ക് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ തുറച്ചത്. എൻ്റെ മേക്കപ്പ് അനുസരിച്ചിട്ട് ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൗഡർ ഇടും. അതാണ് ഹൈലൈറ്റ്. കൂടിപ്പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കണ്ണാടിയിലല്ലാതെ ഇങ്ങനെ ഇരുന്ന് മേക്കപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു എന്താ പറയുന്നത്, കംഫർട്ടബിൾ അല്ല.
അപ്പോൾ നമ്മൾ ഫേസൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടിപ്പോയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഫേസിൽ കുറച്ച് പൗഡർ ഇട്ട് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അധികം ഓവറായിട്ട് എനിക്ക് കണ്ണാടിയിൽ നോക്കിയപ്പോൾ തോന്നിയില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊന്ന് ഫേസ് വേർക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടി കുറയുമായിരിക്കും, ഈ ലുക്കൊന്ന് മാറുമായിരിക്കും. അപ്പം ഞാൻ ഇനി ഐ ഷാഡോ ഇട്ട് കണ്ണെഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് വരാം. അതേപോലെ ഞാൻ ബ്ലഷ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ഒരുമാതിരി കറുത്തിരിക്കും, അപ്പോൾ അത് യൂസ് ചെയ്യാറില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഈ ഫുൾ ഔട്ട്ഫിറ്റും ആക്സസറീസും എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ട് അപ്പോൾ ഞാൻ കണ്ണ് ഐ ഷാഡോ ഇട്ടു, കണ്ണെഴുതി. ഇനി നമുക്ക് ഞാൻ ആക്സസറീസ് കാണിച്ചു തരാം. ഞാൻ അതിന് മുന്നേ മുടി ഒന്ന് കിട്ടിക്കോട്ടെ. എനിക്ക് കറക്റ്റ് കളറുള്ള കുഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ? കറക്റ്റ്. ഇത് ഞാൻ ആക്ച്വലി ഔട്ട്ഫിറ്റ് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് ഞാൻ ഇന്നലെയാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ അതിന് മുന്നേ ഞാൻ ഈ സംഭവങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും കറക്റ്റാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ മുടി ഒന്ന് കെട്ടിയാക്കട്ടെ. ഞാൻ അഴിച്ചായിരിക്കും ഇടുന്നത്, പക്ഷെ ട്രാവൽ ടൈമിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ ബുഷ്. ലിപ്സ്റ്റിക്കും കൂടി ഇടട്ടെ. ലിപ് ലൈനറൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ലിപ് ലൈനർ തന്നെയാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ കാണിച്ചു തരാം. ലിപ്സ്റ്റിക്ക് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് ലിപ്സ്റ്റിക്ക്. ഇതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കാണ്. ഇതേപോലെ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ്. പക്ഷേ ഇത് ഞാൻ കുറേ നാളായിട്ട് മറ്റേ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ യൂസ് ചെയ്ത് തുടങ്ങിയതായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൺ സ്വൈപ്പ് ആപ്ലിക്കേറ്ററാണിത്. ശരിക്കും നല്ലൊരു ഷെയ്ഡ് വരും. മറ്റേത് ബ്രിക്ക് റെഡ് കളറും ഇത് കോഫി ബ്രൗൺ ലിക്വിഡ് ലിപ്സ്റ്റിക്, സോറി ആ ഒരു ഷെയ്ഡുമാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഫേസിൻ്റെയും ചുണ്ടിൻ്റെയൊക്കെ കാര്യം. ഇനി നമുക്ക് ആക്സസറീസ്. അപ്പോൾ ഇതാണ് എൻ്റെ മാല. ഇത് ഓവറായോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇങ്ങനത്തെ മാലകൾ ഇടാറില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ മാറ്റും കേട്ടോ. ഇനി കമ്മൽ, ഇതൊരു ബാങ്കിളാണ്. ഇത് ഞാൻ ഒബ്രമോളിൽ പോയപ്പോൾ മേടിച്ചതാണ്, എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം. ഈ കമ്മലിൻ്റെ ഇതുമുണ്ട്, പിന്നെ ഇതുമുണ്ട്. കുറച്ചും കൂടി മാച്ച് ചെയ്താന്ന് തോന്നുന്നു അല്ലേ? ഇത് കുറച്ച് ഗോൾഡൻ കളർ വന്നിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കാം. ാണോ പൊട്ടുകുത്തണം, വാച്ചിടണം, പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഫുൾ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഷോളും ഒക്കെ ഇട്ടിട്ടുള്ള ലുക്ക് കാണിച്ചു തരാം. പൗഡറും പൊട്ടൊക്കെ കുത്തിയിട്ടുള്ള. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. നോക്കൂ, ഫേസ് എനിക്ക് അത്ര കുഴപ്പമായിട്ട് തോന്നുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നോക്കേണ്ടി വരും, കാരണം ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് വേർക്കുന്നൊന്നുമില്ല, ഈസിയിലാണ് ഇരിക്കുന്നത്.
അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് എൻ്റെ പൊട്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ ഫുൾ വീഡിയോ, അതായത് ഫുൾ ഡ്രസ്സിൻ്റെയും ചെരുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പോയി കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.